ഹായ്. ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് അംഗനവാടിയിൽ നമ്മൾ അമൃതം പൊടി വാങ്ങിക്കില്ലേ, അമൃതം പൊടി വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ചധികം നാളായി. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏപ്രിലാണ് വീഡിയോ എടുത്തു വെച്ചത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതെന്നല്ല, ഇതിനോടനുബന്ധിച്ച് കുറച്ചധികം വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എല്ലാം വഴിയെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്നത് മയിലിക്കൂടി ഇറങ്ങിയിട്ട് നേരെ മെയിൻ റോഡിലെത്തുന്ന രീതിക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് റോഡ് വഴി പോകുന്ന സമയത്ത് ഈ ഭാഗം എത്തുമ്പോഴത്തേനും കുറച്ചൊന്ന് വട്ടം ചുറ്റണം. അപ്പോൾ അത്രയും ഭാഗം ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ ഇതിലൂടെ ഇറങ്ങി ഇങ്ങോട്ട് കയറുന്നത്. അപ്പോൾ അതാ നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്രീ ആയിട്ടുള്ള അധികം വണ്ടിയൊന്നും ഇല്ലാത്ത റോഡാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെ നമുക്ക് നടന്നു പോകാൻ നല്ല രസമാണ്. അപ്പോൾ അതാ ചേട്ടായും ക്യൂൻ ബേബിയും കൂടെ വലിയ കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പം ഞാനും അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യട്ടെ. ഓടിക്കാം. ഇങ്ങനെ ദൂരെ ഒരു പശു ഉണ്ടോ? പശു എന്താ ചെയ്യണേ? കുളിച്ചുവാണോ? അപ്പോൾ ഇതാ ഞങ്ങൾ പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതുക്കെ നടന്നു പോവുകയാണ്. ഈ സമയത്താകുമ്പോൾ പിന്നെ ഫോൺ യൂസ് ചെയ്യില്ല, നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല രസമാണ് അങ്ങനെ പോവാൻ. ഇതാ നമ്മൾ അംഗൻവാടി എത്താനായി. ആ കാണുന്നതാണ് അംഗൻവാടി. അവിടെ പിടിക്കും വണ്ടി. അപ്പോൾ അതാ ഞങ്ങൾ ഹൈറ്റും വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് അമൃതം പൊടിയൊക്കെ വാങ്ങി കുറച്ച് നേരം അവളെ ജസ്റ്റ് ഒന്ന് കളിക്കാനൊക്കെ വിട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങി വയലിൻ്റെ ഭാഗത്തൂടെ അല്ലാണ്ട് അതിന് മുന്നേ ഏറ്റവും അറ്റത്തായിട്ട് താഴെക്കൂടെ ഇറങ്ങി നമ്മൾ തോടിൻ്റെ സൈഡിൽ കൂടെ കയറി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഈ ഭാഗത്തായിട്ടാണ് തോടുള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടൈമാണ്. ആ സമയത്ത് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ തോടൊക്കെ വെള്ളം അധികം ഇല്ലാതെ അഴുക്കായിട്ടാണ് കിടക്കുന്നത്. മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോട് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വെള്ളമാണ്. അപ്പോൾ ഇപ്പോഴും വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ അധികം ഉപയോഗിക്കുന്ന ഒരു ഭാഗമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്താനായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ വീഡിയോന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.